തിരുവനന്തപുരം നെട്ടയത്തെ സംഘർഷം കൈകാര്യം ചെയ്യുന്നതിൽ വട്ടിയൂർക്കാവ് പോലീസിന് വീഴ്ചയുണ്ടായെന്ന നിഗമനത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ കടുത്ത അതൃപ്തി. വട്ടിയൂർക്കാവ് SHO വിപിൻ അവധിയിൽ പ്രവേശിച്ചു. സംഘർഷത്തിനിടെ ഉണ്ടായ പരിക്ക് മൂലമെന്ന ഔദ്യോഗിക വിശദീകരണം. സനീറ്റ വിവരങ്ങളുമായിട്ടുണ്ട്. സനീറ്റ, ഇത് നിർണായകമായൊരു വാർത്തയാണ്. സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇത്തരത്തിൽ വട്ടിയൂർക്കാവ് നെട്ടയത്ത് ഈ BJP CPM പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് BJP അതിശക്തമായ പ്രതിഷേധം തന്നെയായിരുന്നു സമീപ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പ്രതിഷേധം കനപ്പിക്കുന്നതിന് പിന്നാലെയാണ് വട്ടിയൂർക്കാവ് SHO വിപിൻ മെഡിക്കൽ ലീവിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ BJPയും നാട്ടുകാരും തമ്മിലുള്ള സംഘർഷത്തിനിടെ SHOയ്ക്ക് ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിരുന്നു. എന്തായാലും SHOയ്ക്കെതിരെ BJP സമരം നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഒരാൾ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന BJP പ്രവർത്തകന്റെ ഭാര്യയുടെ പരാതിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഒരു ചെറിയ തർക്കത്തിന്റെ തുടക്കത്തിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയൊരു സംഘർഷത്തിലേക്കൊക്കെ കലാശിച്ചത്. എന്തായാലും ഈ CPMന് അനുകൂലമായി പോലീസ് സംസാരിക്കുന്നു എന്ന BJP അതിശക്തമായി തന്നെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. അതുമാത്രമല്ല ഈ BJP പ്രവർത്തകരെയും അറസ്റ്റിലാക്കി അവരെ വളരെ ശാരീരികമായൊക്കെ മർദ്ദിക്കുന്നു എന്നുള്ളൊരു ആരോപണമൊക്കെ അതിനെ തുടർന്നായിരുന്നു വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ എന്തായാലും നമ്മുടെ തലസ്ഥാനമൊക്കെ സാക്ഷ്യം വഹിച്ചിരുന്നത്. നിലവിൽ നെട്ടയം മലമുകളിലെ BJP CPM സംഘർഷത്തിൽ വട്ടിയൂർക്കാവിലെ പോലീസിന് വീഴ്ചയുണ്ടായി എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. ഈ സംഘർഷമൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച ഉണ്ടായി എന്നാണ് നിഗമനം. എന്നാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വട്ടിയൂർക്കാവ് SHO വിപിനെ എന്തായാലും അവധിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ നിർബന്ധിത അവധിയാണെന്നാണ് ഇപ്പോൾ എന്തായാലും ഉദ്യോഗസ്ഥർ നിർബന്ധ അവധിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും SHOയ്ക്ക് എന്തായാലും എതിരെ ഈ ഉന്നത ഉദ്യോഗസ്ഥർ വലിയൊരു കടുത്ത അതൃപ്തി അറിയിച്ചിരിക്കുന്നു. ഏതായാലും ഒരു ദിവസം കൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി വ്യക്തത ഇക്കാര്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വട്ടിയൂർക്കാവ് SHO നെട്ടയം സംഘർഷം കൈകാര്യം ചെയ്തതിൽ വീഴ്ചയുണ്ടായി എന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ അവധിയിൽ പ്രവേശിച്ചു എന്ന വാർത്തയാണ് സനീറ്റ നൽകിയത്.